നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ജില്ലയിലെ ആദ്യ ക്യാമ്പയിൻ തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നേരിട്ടെത്തിയാണ് ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് നേതൃത്വം നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ 3 ദിവസങ്ങളിലായാണ് ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത്. ആദ്യ യോഗം തൃത്താല മണ്ഡലത്തിലായിരുന്നു. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തൃത്താല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു. ആ തൃത്താല 2026 ആണ്ടിൽ തിരിച്ചുപിടിച്ച് കോൺഗ്രസിന്റെ ഒരു MLA ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ്. തൃത്താല തിരിച്ചുപിടിച്ച് കോൺഗ്രസിന്റെ MLA ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് ഇരിക്കും. കോൺഗ്രസ്സുകാരൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റ്. മീഡിയയിൽ പ്രവർത്തിക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ആകെ 10 ആളുകൾ എഴുന്നേറ്റ്. നമുക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെയോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എൻഗേജഡ് ആകാൻ ഏത് തിരക്കിനിടയിലും ഇനിയും രോഗാവസ്ഥയിൽ പോലും എൻഗേജഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഏറ്റവും മിനിമം സാധനം അല്ലേ? നമുക്ക് പശയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനുള്ള പ്രയാസമുണ്ട്. ഒരു പോസ്റ്റ് സ്റ്റോറിയാക്കാൻ നമ്മൾ പന്തം കൊളുത്തി പിടിച്ചൊരു പ്രകടനം നടത്തുന്ന പ്രയാസമുണ്ടോ? ഉണ്ടോ? പോലീസുമായിട്ട് ബാരിക്കേഡിന് മുന്നിൽ ഏറ്റുമുട്ടുന്ന പ്രയാസമുണ്ടോ? ഒരു സ്റ്റാറ്റസിലാണ് ഉണ്ടോ? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് മൊബൈൽ നോക്കും അല്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് മൊബൈലും നോക്കും. എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലത്തിൻ്റെ ഭാഗമായി മാറി അല്ലേ? നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇത് നോക്കും, ചോറ് കഴിക്കുമ്പോൾ ഇത് നോക്കും. വീട്ടിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് കഴിഞ്ഞിട്ട് കോൺഗ്രസിനെ അധികാര കേന്ദ്രങ്ങളിൽ എത്തണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് നഹാസ് അധ്യക്ഷനായി. നേതാക്കളായ അബിൻ വർക്കി, KS ജയഘോഷ്, വൈശാഖ്, VT ബൽറാം, OK ഫാറൂഖ്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, CV ബാലചന്ദ്രൻ, ഡോക്ടർ സരീൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മേലെ പട്ടാമ്പി പാലക്കാട് റോഡിലെ കുഴികൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് ഓങ്ങല്ലൂർ വാടാനംകുറിശി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി സേവന ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. റോഡുകളിലെ കുഴികൾ മൂടുവാൻ വേണ്ട നടപടിയെങ്കിലും അടിയന്തരമായി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച പോലെ 1 വർഷം കൊണ്ട് ഈ റോഡ് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് ഗതാഗത യോഗ്യമാക്കി തരും എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതിൻ്റെ പണി എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. മാത്രമല്ല കുണ്ടും കുഴിയുമായിട്ട് സാധാരണക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ കുളപ്പുള്ളി പട്ടാമ്പി റോഡിൽ. ചില ഭാഗങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു. എന്നാൽ അവിടെ തന്നെ പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മരം മുറി അടക്കാൻ കഴിയാതെ പണി കാൽഭാഗമായും പോലും ആകാതെ കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് പണി ചെയ്യുമ്പോൾ ഇപ്പോൾ വാടാനംകുറിശി ആ പാലത്തിൻ്റെ ചുവട്ടിലുള്ള റോഡ് നടക്കാൻ വയ്യാത്ത പലരും വീട് പോകുന്ന അവസ്ഥയുണ്ടായിട്ട് അവിടെ ഒരു മെറ്റൽ ഇടാൻ പറഞ്ഞിട്ട് പോലും ഇതിൻ്റെ ഈ പണിക്കാർ കേട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാന്തര പാത അവിടെ തുറന്നിട്ട് വേണമായിരുന്നു ഈ റോഡ് പണി നടക്കാൻ. ഞങ്ങളത് ഓഫീസർമാരോട് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ മേൽനോട്ടക്കാർ അത് കൃത്യമായി ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഇന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ
റോഡ് വളരെ കുണ്ടുകുഴിയുമായിട്ട് കിടക്കുകയാണ്. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ പി യൂസഫ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, പി രൂപേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, അബൂബക്കർ സിദ്ദീഖ്, മുസ്തഫ, PP ഉണ്ണികൃഷ്ണൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഹമ്മദ് മുസിൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂളിൽ നടന്നത്. 2024-25 വർഷത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. മുഹമ്മദ് മോസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. നല്ല പൗരന്മാരായി വളരാനും വേണ്ടിയാണ്. സമൂഹത്തിൽ ചുറ്റുപാടും കാണുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുമായി വളരുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. അപ്പം നിങ്ങൾ യൂണിഫോമിലാണ് നിൽക്കുന്നത്. യൂണിഫോമിൽ അല്ലാതെ നിൽക്കുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് കിട്ടിയവരാണ് എന്ന് സമൂഹത്തിനെ കൊണ്ട് പറയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമുക്കറിയാം, നമ്മൾ നല്ല പൗരന്മാരായി ജീവിക്കാൻ ലോ അബൈഡിങ് സിറ്റിസൺസ് ആവണം. പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ലംഘിക്കാറുണ്ട്. വാഹനത്തിൽ ടൂ വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാറില്ല, സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നമ്മൾ നിറവേറ്റാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ഒരു കുട്ടി തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുകയും ജീവിതത്തിൽ അത് പാലിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുക എന്നതാണ്. ഈ വിദ്യാലയത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതിൽ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വാർഡ് കൗൺസിലർ C സംഗീത, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ SHO, സബ് ഇൻസ്പെക്ടർ, സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ, മറ്റു അധ്യാപകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ശങ്കരമംഗലം പാടശേഖരത്ത് ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിക്ക് വളപ്രയോഗം നടത്തി. കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം നടത്തിയത്.
ശാസ്ത്രീയ നെൽകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് 20 ഏക്കർ നെൽകൃഷിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് സൂക്ഷ്മ മൂലക മിക്സിന്റെ വളപ്രയോഗം നടത്തിയത്. പട്ടാമ്പി ശങ്കരമംഗലം പാടശേഖരത്തിലായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത്. 1 ഏക്കറിന് 2 കിലോ സമ്പൂർണ്ണയാണ് ഉപയോഗിച്ചത്. മൈക്രോ ന്യൂട്രിയൻ ഫ്ലോറിയർ ആപ്ലിക്കേഷൻ ഡ്രോൺ അധിഷ്ഠിത വളപ്രയോഗമാണ് ഇവിടെ നടന്നത്. മറ്റു പാടശേഖരങ്ങളിലേക്കും ഈ സാങ്കേതിക വിദ്യ എത്തിക്കുവാൻ വേണ്ട നടപടികൾ നഗരസഭ ആലോചിക്കുന്നുണ്ട്. വളപ്രയോഗം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നടത്താമെന്നാണ് ഇതിന്റെ ആകർഷകം. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വളപ്രയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാടശേഖരങ്ങളിൽ ജൈവ വളം ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചും കൊണ്ട് കളിക്കാൻ നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് കർഷക തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിലും അതുപോലെ തന്നെ കൂലിച്ചെലവിൻ്റെ കാര്യത്തിലും വളരെയധികം കർഷകർ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യന്ത്രവൽകൃത യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൈവവളം പ്രയോഗം കീടനാശിനി പ്രയോഗം നടത്തുന്ന മൂലം കർഷകർക്ക് വളരെയധികം സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് പട്ടാമ്പി നഗരസഭയുടെ ഈ കൃഷിഭവന്റെ കീഴിൽ ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയിലാണ് ഈ പാടശേഖരത്തെ ഇന്ന് നടത്തുന്നത്. ഇത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എല്ലാ പാടശേഖരത്തേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നഗരസഭ തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നഗരസഭ എന്നും കർഷകരോടൊപ്പം പിന്തുണയിൽ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ്. സ്ഥിരസമിതി അധ്യക്ഷ കവിത അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ സൂര്യ, പാടശേഖര സമിതി സെക്രട്ടറി ശ്രീനിവാസൻ, കൗൺസിലർ ഹമീദ്, വിജയകുമാർ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഹരിതസേന ശേഖരിക്കുന്ന മാലിന്യം താൽക്കാലികമായി സൂക്ഷിക്കാൻ കടവല്ലൂർ വടക്കുമുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF കാടുമൂടി കിടക്കുന്നു. മേഖലയിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം പ്രധാന ശേഖരണ സ്ഥലത്തേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFിലാണ് സൂക്ഷിക്കുക. മാസം തോറും മാലിന്യം കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകും. എന്നാൽ വടക്കുമുറിയിലെ MCF നിറഞ്ഞു കവിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അടുത്ത കാലത്തൊന്നും ഇവിടെയുള്ള മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. ചുറ്റും ചെടികൾ വളർന്ന് പരിസരം കാട് മൂടിയിട്ടുമുണ്ട്. മാലിന്യം മാറ്റാത്തതിനുള്ള കാരണം വ്യക്തമല്ല. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.